ഹലോ മൈഡിയേഴ്സ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിഗ്രി ലെവലിന്റെ കണക്റ്റഡ് പോയിന്റ്സ് ആണ്. ഈ ഒരു ചോദ്യം LDCക്കും നമുക്ക് വരാവുന്നതാണ്, കാരണം എക്കണോമിക്സ് ഓറിയന്റ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട്. +2 ലെവൽസിലെ ചോദ്യത്തിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിഫോം പോസ്റ്റുകൾക്കും ഈ ഒരു ചോദ്യം വളരെ ഉപകാരപ്പെട്ടാണ്. നിങ്ങൾ തന്നെ പല പ്രാവശ്യം ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നത് റവന്യൂ കമ്മി ഏതിന് തുല്യമാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള റവന്യൂ ഡെഫിസിറ്റ് അഥവാ ഫലപ്രദമായിട്ടുള്ള റവന്യൂ കമ്മി ഏതിന് തുല്യമാണ് എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറോടെ നോക്കണം. അതായത് ക്വസ്റ്റ്യന് തൊട്ട് ബാക്കിലുണ്ടായിരിക്കും ഇംഗ്ലീഷിൻ്റെത്. അപ്പൊ അതൊന്നും നോക്കണം. എക്കണോമിക്സിന്റെ ചോദ്യങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പം ഭയങ്കര പാടായിരിക്കും. അതുപോലെ തന്നെ കമ്പ്യൂട്ടറും ചെയ്യുന്ന സമയത്തും അത് മലയാളം മാത്രം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കത്തില്ല യഥാർത്ഥത്തിൽ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അത് എക്കണോമിക്സ് ആയാലും IT ആയാലും നിങ്ങൾ അത് നോക്കിയിട്ട് മാത്രമായിരിക്കും അത് നോക്കി ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ മാർക്ക് പോവാതിരിക്കാൻ ഏറ്റവും ബെറ്റർ. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഫലപ്രദമായ റവന്യൂ കമ്മി ഏതിന് തുല്യമാണ്? അപ്പൊ റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാന്റ് ഇൻ എയ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഗ്രാന്റ് ഇൻ എയ്ഡ് എന്താണെന്ന് നമ്മൾ അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് പറ്റത്തുള്ളൂ. അതായത് കേന്ദ്രം നമുക്കറിയാം ഓരോ സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ടെറിട്ടറീസിനും ഗിഫ്റ്റ് ആയിട്ട് ഒരു തുക കൊടുക്കുന്നുണ്ട്. അതാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഗ്രാന്റ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത്. ഗ്രാൻഡ് ആയിട്ട് കൊടുക്കുക എന്നിട്ടുള്ളൊരു കാര്യം പറയാറുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം എന്താണെന്നുള്ള കാര്യം. ഈ ഒരു രീതിയിൽ റവന്യൂ കമ്മി ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്? ഈ ഒരു ചോദ്യം അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് റവന്യൂ ഡെഫിസിറ്റ് എക്സ്ക്ലൂഡിംഗ് ഗ്രാന്റ്സ് ഇൻ എയ്ഡ് ഫോർ ദ ക്രിയേഷൻ ഓഫ് അസറ്റ് ടു സ്റ്റേറ്റ്സ്. നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് യൂണിയൻ ബഡ്ജറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2010-11 കാലഘട്ടത്തിലാണ്. ഏത് വർഷമാണ്? 2010-11 കാലഘട്ടത്തിലാണ്. എല്ലാ വർഷവും സെൻട്രൽ ഗവൺമെന്റ് ഓരോ സ്റ്റേറ്റുകൾക്കും യൂണിയൻ ടെറിട്ടറീസിനും എന്ത് കൊടുക്കാറുണ്ട്? ഗ്രാന്റ്സ് എന്ന് പറയുന്ന സംഭവം കൊടുക്കാറുണ്ട്. ഈ ഗ്രാന്റ് കൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനും യൂണിയൻ ടെറിട്ടറിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ക്യാപിറ്റൽ ആയിട്ടുള്ള അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നമുക്ക് ഓരോരോ കാര്യങ്ങൾ, പുതുതായിട്ടുള്ള കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു കാര്യം എവിടെ ചെയ്യത്തില്ല? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത് ഉൾപ്പെടുത്തില്ല. ഈ ഒരു കാര്യം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത്, ചെലവിനകത്ത്, അതായത് മൂലധന ചെലവിനകത്ത് ആഡ് ചെയ്യത്തില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ മൂലധന ചെലവിനകത്ത് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ചെലവ് ചെയ്യാൻ വേണ്ടി, അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് പുതുതായിട്ട് ഈ ഒരു മെത്തേഡ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഞാൻ ഒന്നുകൂടെ പറയാം, സെൻട്രൽ ഗവൺമെന്റ് ഓരോ സ്റ്റേറ്റിനും യൂണിയൻ ടെറിട്ടറീസിനും എല്ലാ വർഷവും കുറച്ച് എന്ത് കൊടുക്കുന്നുണ്ട്? അവർക്ക് ക്യാപിറ്റൽ ആയിട്ടുള്ള മൂലധനത്തിനകത്തുള്ള അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇത് കൊടുക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ മൂലധന ചെലവിനകത്ത് ഏത് ഉൾപ്പെടുന്നില്ല? ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാന്റ് ഉൾപ്പെടുന്നില്ല. ഒരു ഗിഫ്റ്റ് പോലാണ് വരുന്നത്. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പുതുതായിട്ടൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്തത് 2010-11 യൂണിയൻ ബഡ്ജറ്റ് മുതലാണ്. ഇതിന് പറയുന്ന പേരാണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. അതുവരെ എന്തേ ഉള്ളായിരുന്നു? റവന്യൂ കമ്മി മാത്രമായിരുന്നു ഉള്ളത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാന്റ് ഉള്ള സംഭവങ്ങൾ കുറച്ചിട്ടുള്ള സംഭവത്തിനെയാണ് പറയുന്നത്. അപ്പൊ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞത് റവന്യൂ ഡെഫിസിറ്റ്, അതായത് റവന്യൂ കമ്മിയിൽ നിന്ന് ഗ്രാന്റ് ഇൻ എയ്ഡ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്, അതായത് മൂലധന ആസ്തികൾ ഉണ്ടാക്കുന്നത് ഒഴിച്ചിട്ടുള്ള ഗ്രാന്റ്, അതായത് ഗ്രാന്റ് ഇൻ എയ്ഡ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്, അതാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. അതായത് നോർമലി ഉള്ള റവന്യൂ കമ്മിയിൽ നിന്ന് ഗ്രാന്റ് ഇൻ എയ്ഡ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്, നമ്മൾ അതായത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് കിട്ടുന്നു. അതായത് ഓരോ സംസ്ഥാനത്തിനായാലും യൂണിയൻ ടെറിട്ടറീസിനും കൊടുക്കുന്ന ഗ്രാന്റ് ഈ എവിടുന്ന് കുറയ്ക്കുന്നു? റവന്യൂ കമ്മിയിൽ നിന്ന് കുറയ്ക്കുന്നു. അതായത് ഇവിടെ കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് അവരുടെ ചെലവിനകത്തൊന്നും കൂട്ടിയിട്ടില്ലാത്തത് കൊണ്ട് ഇവർ ഇതിൽ നിന്ന് കുറച്ചിട്ടാണ് പുതിയതായിട്ടൊരു ഫോർമുല കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. ഒന്നുകൂടെ പറയാം, എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒറിജിനൽ ആയിട്ടുള്ള റവന്യൂ കമ്മിയിൽ നിന്ന് ഗ്രാന്റ് ഇൻ എയ്ഡ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് കുറയ്ക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഓർത്തേച്ചാൽ മതി, ഗ്രാന്റ് ഇൻ എയ്ഡ് എന്ന് മാത്രം ഓർത്തേച്ചാൽ മതി. അത് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് അവർക്ക് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്.
പക്ഷെ അത് അവരുടെ ചെലവിനകത്ത് കൂട്ടുന്നില്ല. പക്ഷെ അത് ആ ഒരു കാൽക്കുലേഷനകത്തുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പുതിയ ഒരു ഫോർമുല കണ്ടുപിടിച്ചത്, എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. അപ്പൊ ഇത് നോക്കിക്കഴിയുമ്പോൾ എത്രയൊക്കെയാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ടെറിട്ടറീസിനും കൊടുത്തത് എന്നിട്ടുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഇനി ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് നോർമൽ ആയിട്ടുള്ള ചോദ്യം വന്നാൽ എങ്ങനെയാണ് അതിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് ബജറ്റ് കമ്മി വരുന്നുണ്ട്, റവന്യൂ കമ്മി വരുന്നുണ്ട്, ധനക്കമ്മി വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. ഇതെല്ലാം പരീക്ഷയ്ക്കകത്ത് എപ്പോഴും വരുന്ന കണ്ടന്റ് ആണ്. ഒന്നുകൂടെ പറയാം, ഗവൺമെന്റ് ബജറ്റ് കമ്മിയുടെ അളവുകൾ എന്ന് പറയുന്നത് റവന്യൂ ബജറ്റ് കമ്മിക്ക് വിവിധ തരത്തിലുള്ള അളവുകളുണ്ട്. അതിനകത്ത് ഒരെണ്ണം വരുന്നതാണ്. ഇത് വേണം കൃത്യമായിട്ട് പഠിക്കാൻ. ഇത് NCERT കണ്ടന്റ് ആണ് നമ്മളിപ്പോ പഠിക്കുന്നത്. ഓക്കെ, അതായത് റവന്യൂ കമ്മി എന്ന് പറഞ്ഞത്, നമുക്ക് കമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളിപ്പം നോർമലി പറയുന്നത്? നമ്മൾ അറിയോ ഈ മാസം കയ്യിൽ പൈസ കമ്മിയാണ്, അതായത് നമ്മള് ചെലവ് കൂടുതലാണ് നമ്മുടെ വരുമാനത്തിനേക്കാൾ, അതാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്, കമ്മി എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം വരുന്നത്. ചെലവിൽ നിന്ന് നമ്മുടെ വരുമാനം കുറയ്ക്കുന്നു, അതാണ് ഏത് റവന്യൂ ചെലവിൽ നിന്ന് റവന്യൂ വരുമാനം കുറയ്ക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? റവന്യൂ കമ്മി കിട്ടും. ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതായത് റവന്യൂ ചെലവിൽ നിന്ന് റവന്യൂ വരുമാനം കുറച്ചാൽ റവന്യൂ കമ്മി കിട്ടും. എന്നോട് പറയാം, റവന്യൂ ചെലവിൽ നിന്ന് റവന്യൂ വരുമാനം കുറച്ചാൽ റവന്യൂ കമ്മി കിട്ടും. ഇനി ധനക്കമ്മി എന്ന് പറഞ്ഞത് മൊത്തമായിട്ടുള്ള ചെലവ് എത്രയുണ്ടോ മൈനസ് വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനം ആണ് ധനക്കമ്മി എന്ന് പറഞ്ഞത്. അതായത് ഗവൺമെന്റ് ബജറ്റ് കമ്മിയുടെ പല ഡിഫറെന്റ് ആയിട്ടുള്ള അളവുകളാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് ഒരെണ്ണമാണ് റവന്യൂ കമ്മി, റവന്യൂ വഴിയിട്ടുള്ള ചെലവ് മൈനസ് റവന്യൂ വഴിയിട്ട് എത്ര വരുമാനം കിട്ടിയിട്ടുണ്ട് അത് നോക്കുമ്പോഴാണ് റവന്യൂ കമ്മി. ഇനി ധനക്കമ്മി എന്ന് പറയുന്നത് മൊത്തം ചെലവ് മൈനസ് വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനം. ഈ രണ്ടാമത്തേതും റിപ്പീറ്റ് ആയിട്ട് 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ധനക്കമ്മി എന്ന് പറയുന്നത് മൊത്തം ചെലവ് മൈനസ് നമുക്ക് ഇവിടെ നിന്നുള്ള റവന്യൂ വരുമാനം ഇങ്ങോട്ട് പറഞ്ഞു, പ്ലസ് വായ്പ ഒഴികെയുള്ള മൂലധന വരുമാനം എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നുകൂടെ പറയാം, ഗവൺമെന്റ് വായ്പ എടുക്കുന്ന മൊത്തം തുകയെ എന്തു പറയാം? ധനക്കമ്മി എന്ന് പറയാം. ഗവൺമെന്റ് എന്തൊക്കെ രീതിയിൽ വായ്പ എടുത്തിട്ടുണ്ടോ ആ മൊത്തം തുകയെ ധനക്കമ്മി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ധനക്കമ്മി എന്ന് പറഞ്ഞത് മൊത്തം ചെലവുണ്ട്, മൊത്തം ചെലവ് എത്രയാണോ അതിൽ നിന്ന് നമുക്കൊരു റവന്യൂ വരുമാനം കിട്ടുന്നുണ്ട്, പ്ലസ് വായ്പ ഒഴികെയുള്ള മൂലധന വരുമാനം ആണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ധനക്കമ്മി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ധനക്കമ്മി കിട്ടണമെങ്കിൽ മൊത്തം എത്ര ചെലവായിട്ടുണ്ട് മൈനസ് റവന്യൂ വരുമാനം പ്ലസ് വായ്പ. ഇവിടെ എല്ലാം എന്ത് വേണം? വരുമാനമല്ല, മൊത്തം ചെലവ് മൈനസ് മൊത്തം വരുമാനം അല്ല ഗവൺമെന്റിന്റെ ധനക്കമ്മി എന്ന് പറഞ്ഞത്, വായ്പ ഒഴികെ എന്നിട്ടുള്ള കാര്യം പറയണം. അപ്പം ധനക്കമ്മി എന്തിനെ സൂചിപ്പിക്കുന്നു? മൊത്തം എത്ര തുക വായ്പ എടുത്തു എന്ന് വേറൊരു രീതിയിൽ നമ്മൾക്ക് പറയാൻ പറ്റും. ഇനി പ്രാഥമിക കമ്മി എന്ന് പറയുന്നത് ഇതും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അതായത് ധനക്കമ്മി, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന റവന്യൂ ധനക്കമ്മി എന്ന് പറയുന്നത് മൊത്തം ചെലവ് മൈനസ് റവന്യൂ വരുമാനം പ്ലസ് വായ്പ ഒഴികെയുള്ള മൂലധന വരുമാനം മൈനസ് അറ്റ പലിശ അടവുകൾ. ഇത് എന്താണ്? പ്രാഥമിക കമ്മിക്കകത്ത് വരുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, കൃത്യമായിട്ട് ഇത് എഴുതി വെച്ച് പഠിക്കണം. റവന്യൂ കമ്മി എന്ന് പറയുന്നത് റവന്യൂ ചെലവ് മൈനസ് റവന്യൂ വരുമാനം. ധനക്കമ്മി എന്ന് പറയുന്നത് മൊത്തം ചെലവ് മൈനസ് വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനം. പ്രാഥമിക കമ്മി എന്ന് പറഞ്ഞിരിക്കുന്നത് ധനക്കമ്മിയിൽ നിന്ന് അറ്റ പലിശ അടവുകൾ, അറ്റ എന്ന ടേം അവിടെ ഓർത്ത് വെച്ചേക്കണം, പലിശ അടവുകളല്ല, അറ്റ പലിശ അടവുകൾ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള മൈനസ് വാല്യൂ ആണ് പ്രാഥമിക കമ്മി. അതായത് പലിശ അടവുകൾക്ക് വേണ്ടി അല്ലാതെ ഗവൺമെന്റ് എത്ര തുക വാങ്ങിയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഏത്? പ്രാഥമിക കമ്മി. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, ഗവൺമെന്റ് വായ്പ എടുക്കുന്ന മൊത്തം തുകയെ എന്ത് പറയുന്നുണ്ട്? ധനക്കമ്മി. ഇപ്പൊ ഗവൺമെന്റ് വായ്പ എടുക്കുന്ന മൊത്തം തുകയെ അതർവൈസ് കോൾഡ് ധനക്കമ്മി. പലിശ അടവുകൾക്ക് വേണ്ടി അല്ലാതെ ഗവൺമെന്റ് എത്ര തുക വാങ്ങിയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? പ്രാഥമിക കമ്മിയാണ്. പലിശ അടവുകൾക്ക് വേണ്ടി അല്ലാതെ ഗവൺമെന്റ് എത്ര തുക വാങ്ങിയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഏത്? പ്രാഥമിക കമ്മി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റവന്യൂ കമ്മി, റവന്യൂ ചെലവ്, റവന്യൂ വരുമാനം, മൊത്തം ചെലവ് മൈനസ് വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനം ധനക്കമ്മി. പ്രാഥമിക കമ്മി ധനക്കമ്മിയിൽ നിന്ന് മറ്റ പലിശ അടവുകൾ വരുമ്പോഴാണ് ഇത് വരുന്നത്. പക്ഷെ നമുക്കിവിടെ ചോദിച്ചത് എന്താണ്? എഫക്റ്റീവ് ആയിട്ടുള്ള റവന്യൂ കമ്മി എന്തെന്ന് ചോദിച്ചത് കൊണ്ടാണ്
ഓരോ സ്റ്റേറ്റുകൾക്കും കൊടുക്കുന്ന ഗ്രാന്റ് കുറച്ച് കിട്ടുന്ന സംഭവത്തിനെയാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? അറ്റ റവന്യൂ, സോറി, അതിന് വരുന്ന പേരുന്നാണ് എഫക്റ്റീവ് റവന്യൂ കമ്മി എന്ന് പറഞ്ഞിരിക്കുന്നത്. എഫക്റ്റീവ് റവന്യൂ കമ്മി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റവന്യൂ ഡെഫിസിറ്റ്, അതായത് ഫലപ്രദമായ റവന്യൂ കമ്മി എന്ന് മലയാളത്തിൽ പറയും. ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റവന്യൂ കമ്മി എന്ന് പറഞ്ഞാൽ റവന്യൂയിൽ എത്ര വരുമാനം ഉണ്ട്, എത്ര ചെലവുണ്ട്, അതാണ് ഡിഫറൻസ്. ചെലവിൽ നിന്ന് വരുമാനം കുറയ്ക്കുന്നു. ധനക്കമ്മി മൊത്തം ചെലവിൽ നിന്ന് മൊത്തം വരുമാനം കുറയ്ക്കുന്നു, പക്ഷെ വായ്പ കൂട്ടത്തില്ല. പ്രാഥമിക കമ്മിയാണെങ്കിൽ ധനക്കമ്മിയിൽ നിന്ന് അറ്റ പലിശ അടവുകൾ, അത് കൃത്യമായിട്ട് കാണാതെങ്കിലും പഠിച്ചു വെച്ചിരിക്കണം, കാര്യം അതിൽ നിന്ന് ചോദ്യം നമുക്ക് വരുന്നതാണ്. ഇനി സന്തുലിത ബജറ്റും അസന്തുലിത ബജറ്റും ഒക്കെ നമ്മൾ അവിടെ പഠിക്കുന്നതാണ് 10th വരെ ഉള്ളതിനകത്ത്. ബജറ്റ് ഗവൺമെന്റ് വരുമാനവും ചെലവും തുല്യമാകുന്നു സന്തുലിതം. കമ്മി ബജറ്റിൽ ഗവൺമെന്റിന്റെ ചെലവും വരുമാനത്തെക്കാൾ കൂടുന്നു ആണ്. ചെലവ് വരുമാനത്തെക്കാൾ കൂടുന്നു കമ്മി ബജറ്റ്. മിച്ച ബജറ്റ് എന്താണ്? വരുമാനം ചെലവിനേക്കാൾ കൂടുന്നു, അതാണ് മിച്ച ബജറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വരുമാനം ചെലവിനേക്കാൾ കൂടുന്നു, അതാണ് മിച്ച ബജറ്റ്. അപ്പൊ സന്തുലിത ബജറ്റിനെ നമ്മൾ സന്തുലിത ബജറ്റെന്നും അസന്തുലിത ബജറ്റെന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നു. അസന്തുലിതമാണ് മിച്ച ബജറ്റ് ആയാലും കമ്മി ബജറ്റ് ആയാലും. അസന്തുലിത ബജറ്റാണ് മിച്ച ബജറ്റ് ആയാലും കമ്മി ബജറ്റ് ആയാലും. ഇനി ഈ ധനനയം, അത് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. ഈ നമ്മൾക്ക് നോർമലി ബാങ്ക് ഒക്കെ റിലേറ്റ് ചെയ്ത് പണപ്പെരുപ്പ സമയത്ത് RBI എന്ത് ചെയ്യുന്നു, പണ ചുരുക്ക സമയത്ത് എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ഗവൺമെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം എവിടെ ചോദിക്കും? നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് ധനനയം, ഫിസിക്കൽ പോളിസി, നികുതികൾ, പൊതുചെലവ്, പൊതുകടം എന്നിവയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ നയം. ഈ ഒരു സെന്റൻസ് ഇതുപോലെ ചോദിച്ചിട്ടുള്ളതാണ്. നികുതി, പൊതുചെലവ്, പൊതുകടം, അതായത് പൊതുവായിട്ടുള്ള ചെലവും പൊതുവായിട്ടുള്ള കടവും നികുതികൾ റിലേറ്റ് ചെയ്ത്, അതായത് ഗവൺമെന്റിന്റെ ചെലവ്, ഗവൺമെന്റിന്റെ കടം, നികുതികൾ ഇവയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ ഒരു നയമാണ് ധനനയം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സുസ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ധനനയം ചെയ്യുന്നത്. സുസ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ധനനയത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഈ ധനനയം വരുന്ന സമയത്ത് നികുതികൾ എന്തു ചെയ്യുന്നു, ഗവൺമെന്റ് ചെലവുകൾ എന്തു ചെയ്യുന്നു, ഗവൺമെന്റ് വായ്പകൾ എന്തു ചെയ്യുന്നു, മാറ്റ അടവുകൾ അതായത് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് എന്തു ചെയ്യുന്നു, ബജറ്റ് കമ്മിയിൽ എന്ത് ചെയ്യുന്നു. അപ്പം അതായത് ഈ 5 കാര്യങ്ങളിൽ എന്ത് ഡിഫറൻസ് ഉണ്ടാവുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ധനനയം എന്ന് പറയുന്നതിനകത്ത് പണപ്പെരുപ്പ സമയത്ത് നികുതികൾ വർദ്ധിപ്പിക്കുന്നു. പണച്ചുരുക്ക സമയത്ത് എന്ത് ചെയ്യുന്നു, അതായത് ഇതിന് പറയുന്നത് അധിക ചോദന എന്നിട്ടാണ്. പണപ്പെരുപ്പത്തിന്റെ മലയാളം അധിക ചോദന എന്നിട്ടാണ്. നികുതികൾ, അതായത് ഇത് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവും കാണത്തില്ല. ചിലപ്പോൾ നമ്മൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിലേറ്റ് ചെയ്ത് പണപ്പെരുപ്പം പണച്ചുരുക്കം പറയുന്ന സമയത്ത്. അപ്പൊ നികുതികൾ എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് പണപ്പെരുപ്പ സമയത്ത് വർദ്ധിപ്പിക്കുന്നു. പണച്ചുരുക്ക സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നികുതികൾ കുറയ്ക്കുന്നുണ്ട്. ഗവൺമെന്റ് ചെലവുകൾ എന്ത് ചെയ്യുന്നു, പണപ്പെരുപ്പ സമയത്ത് കുറയ്ക്കുന്നു. പണച്ചുരുക്ക സമയത്ത് ഗവൺമെന്റ് ചെലവുകൾ വർദ്ധിപ്പിക്കുന്നു. പൊതുകടം, അതായത് ഗവൺമെന്റ് വായ്പകൾ വർദ്ധിപ്പിക്കുന്നു. പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ ഒത്തിരിയും പണപ്പെരുപ്പം സമയത്ത് ഗവൺമെന്റ് വായ്പകൾ വർദ്ധിപ്പിക്കുന്നു. ഇനി പണച്ചുരുക്ക സമയത്ത് എന്തായിട്ട് മാറുന്നു, അത് കുറയ്ക്കുന്നുണ്ട്, വായ്പകള് കുറയ്ക്കുന്നു. മാറ്റ അടവുകൾ, ട്രാൻസ്ഫർ പേയ്മെന്റ്സ് പണപ്പെരുപ്പ സമയത്ത് കുറയ്ക്കുന്നു. ബജറ്റ് കമ്മിയും കുറയ്ക്കുന്നു. ബജറ്റ് കമ്മി പണപ്പെരുപ്പ് സമയത്ത് കുറയ്ക്കുന്നു. ബാക്കിയെല്ലാം വർദ്ധിപ്പിക്കുന്നു. ഈ നടപടികളിലൂടെ മൊത്തം ചോദനം കുറയുന്നു, വില അതായത് ഒരു സംഭവത്തിന്റെ വില കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയർ ഗവൺമെന്റ് എടുക്കുന്നത്. ഈ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, മൊത്തം ചോദനം കൂടുന്നു. സോ എന്ത് ചെയ്യുന്നുണ്ട്, വില കുറയുന്നു. അതായത് രണ്ടിന്റെയും ലക്ഷ്യം എന്താണ്, വില കുറച്ചു നിർത്തുകയാണ്. ഒന്നിൽ കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക. നികുതികൾ കൂട്ടുന്നു ഏത് സമയത്താണ്, പണപ്പെരുപ്പ സമയത്ത് നികുതികൾ കൂട്ടുന്നു. പണച്ചുരുക്ക സമയത്ത് നികുതികൾ കുറയ്ക്കുന്നു. ഇനി ഗവൺമെന്റ് ചെലവുകൾ വർദ്ധിപ്പിക്കുന്നത് എപ്പോഴാണ്, പണച്ചുരുക്ക സമയത്ത്. ഇനി പണപ്പെരുപ്പ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കുറയ്ക്കുന്നുണ്ട്. ഇനി പൊതുകടം വർദ്ധിപ്പിക്കുന്നു. പൊതുകടം
കുറയ്ക്കുന്നു. ഇപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സറിഞ്ഞൊന്ന് കൃത്യമായിട്ട് പഠിക്കണം. അതായത് നമ്മൾ മറ്റേതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ ഇവിടെ ഭയങ്കര സംശയങ്ങൾ നമുക്ക് തോന്നുന്നത് സ്വാഭാവികമാണ്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ച് വെക്കേണ്ടതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കമ്മി കുറയ്ക്കാനകത്ത് റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുക, പ്രത്യക്ഷ നികുതി വരുമാനം വർദ്ധിപ്പിക്കുക, ഗവൺമെന്റ് ചെലവുകൾ കുറയ്ക്കുക, കമ്മി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പൊതുനിക്ഷേപം ഒഴിവാക്കൽ, പൊതുനിക്ഷേപം ഒഴിവാക്കൽ തുടങ്ങിയാണ് കമ്മി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. കമ്മി കുറയ്ക്കാൻ വേണ്ടിയിട്ട് റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുക, പ്രത്യക്ഷ നികുതി വരുമാനം വർദ്ധിപ്പിക്കുക. അതായത് ഡെഫിസിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, കമ്മി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ടാക്സ് കൂട്ടി റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ചു, ഗവൺമെന്റ് ചെലവുകളൊക്കെ കുറച്ചു, പൊതുനിക്ഷേപം ഒഴിവാക്കൽ. അതാണ് ഈ ഒരു ടൈമിൽ കമ്മി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇനി നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ യൂട്യൂബിനകത്ത് എല്ലാ വീഡിയോസും ഡിഗ്രി റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ തരും. പക്ഷെ ഒത്തിരിയും കണ്ടന്റ്സ് ഉള്ളത് കൊണ്ട് എല്ലാത്തിന്റെയും വീഡിയോ ചെയ്യാനുള്ള ടൈം എനിക്ക് അത്ര കിട്ടാത്തത് കൊണ്ടും, ഒത്തിരിയും കണ്ടന്റ്സ് അല്ലെങ്കിൽ നമ്മള് അത്രയും ചെയ്തു വരുമ്പോഴത്തേ ഒത്തിരി ടൈം പോകുന്നത് കൊണ്ടും, അല്ലെങ്കിൽ പിള്ളേർക്ക് പരീക്ഷ അടുത്ത് വരുന്നത് കൊണ്ടും ഞാൻ ആ ഒരു സംഭവം മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തു തരുന്നതാണ്. ബാലൻസ് PDF മാത്രമാണ് കൊടുക്കുന്നത്. അപ്പം ഇതുവരെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഡിഗ്രി ലെവൽസിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഹ്യൂമൻ റിലേഷൻഷിപ്പ് തിയറി, അമെന്റ്മെന്റ് 105, 103, 104, 106, കൂടിയാട്ടം, നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ, ആദിത്യ L1, ഡെക്കാൻ ഡ്രാപ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള +1 +2 പിന്നെ ഭാരതരത്ന, വൈക്കം സത്യാഗ്രഹം, മലബാർ രാഷ്ട്രീയം, അത് എന്താണ് ശ്രീധര മേനോന്റെ ടെക്സ്റ്റ് ഓറിയന്റ് ചെയ്തിട്ടുള്ള ചോദ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. IPB4 കമ്പ്യൂട്ടർ റിലേറ്റ് ചെയ്ത മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ട്. പിന്നെ ഇതും ഒരു പരീക്ഷയ്ക്ക് വന്നാണ്. SR ബൊമ്മ കേസ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് 2024. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ +1 +2 അതും പരീക്ഷയ്ക്ക് വന്നാണ്. ചവിട്ടു നാടകം നോർമൽ ലെവലല്ല, അഡ്വാൻസ്ഡ് ലെവൽ, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവൽ. ഇനി കഥകളി, കൂടിയാട്ടം, കൂത്ത്, അന്തരീക്ഷം +1 +2. ദെൻ അത് സ്പോട്ടഡ് ഗോസ്, ഉൽക്ക, സാറ്റലൈറ്റ്, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഇട്ടിരിക്കുന്ന അവരുടെ ഉപഗ്രഹങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എഫക്റ്റീവ്, റവന്യൂ ഡെഫിസിറ്റ്. ഇപ്പൊ ഇതുവരെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും PDF ആണ് ടെലഗ്രാം ഗ്രൂപ്പിനകത്ത്. അപ്പം 2021 മുതൽ ഇങ്ങോട്ട് കടന്നിരിക്കുന്ന പ്രിലിംസിന്റെ കണക്റ്റഡ് GKയുടെ കണക്റ്റഡ് പോയിന്റ്സ് ആണ് നമ്മൾ അവൈലബിൾ ആയിരിക്കുന്നത്. 599 ആണ് പ്രൈസ്. താല്പര്യമുള്ളവർ ടെലഗ്രാം വഴിയിട്ടാണ്, PDF മാത്രമാണ് കൊടുക്കുന്നത്. 80. പിന്നെ യൂട്യൂബിൽ ചെയ്യുന്ന എല്ലാ ക്ലാസ്സസ് ഒന്നും നമുക്ക് യൂട്യൂബിൽ ചെയ്യാൻ ടൈം ഇല്ല. അപ്പൊ അതിന്റെ എല്ലാം ഞാൻ ഇപ്പൊ PDF ആദ്യം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. 8078962109 എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പറിൽ. പിന്നെ പറ്റുന്ന ക്ലാസ്സിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി താല്പര്യമുള്ളത്. 599 ആണ് ഡിഗ്രി ലെവൽസ്. അതുപോലെ തന്നെ നമ്മൾ സെക്രട്ടേറിയറ്റ് OAയുടെ ലൈവ് സെഷൻസ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. 45 മിനിറ്റ്സ് ആണ് ഡെയിലി ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മാത്സ് ഒഴിയുള്ള ടോപ്പിക് ആണ്. 799 ആണ് ലൈവ് സെഷൻസിന്റെ പ്രൈസ്. റെക്കോർഡും അവൈലബിൾ ആണ്, PDF അവൈലബിൾ ആണ്. LTCയുടെ കണക്റ്റഡ് പോയിന്റ്സ് ആണെങ്കിൽ 299 ആണ് വരുന്നത്. അത് നമ്മൾക്ക് തിരുവനന്തപുരം മുതൽ LTCയുടെ ഒക്ടോബർ 5 വരെയുള്ള LTCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കണക്റ്റഡ് GK പോയിന്റ്സും സയൻസിലതും നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ഇപ്പൊ തന്നെ 150+ ഫയൽസ് ആയിട്ടുണ്ട് LTCക്കകത്ത്. ഓക്കെ, ഇപ്പൊ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ബൈ, താങ്ക് യു.